ഈ ഒരു വീഡിയോയിൽ നമ്മൾ representing simple facts in logic ആണ് കൺസിഡർ ചെയ്യുന്നത്. We know that logical formalism is important because it immediately suggests a powerful way of deriving new knowledge from old knowledge. So we can conclude that new statement is true by proving that it follows from the statements that are already known. ഇത് നിങ്ങൾ ഡിസ്ക്രീറ്റ്ലി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൂവ് ചെയ്യും. ഇറ്റ് ഫോളോസ് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ ഓൾറെഡി നോൺ. നെക്സ്റ്റ് നമ്മൾ we are considering the use of propositional logic as a way of representing world knowledge. We know that what is a propositional sentence is a sentence which results either true or false. We can use these propositional logic as a way of representing world knowledge. It is very simple to deal with, and also it has a decision procedure for making a decision. We can easily represent real world facts as a logical proposition written as well-formed formulas. So consider the statement, it is raining. We can represent it by using either R, P, etc. We can represent it by raining, a single word, and the statement can be written as it is sunny. It can be symbolized by sunny or S or Q, like which letter you decide you can use it. And it is windy, it can be represented by windy, W, M, etc. It is raining, then it is not sunny. So we want to represent this, we can compound statement ആണ്. It is raining and it is not sunny. അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് R implies not S, that is if R then not S. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? If it is raining then it is not sunny. Raining then not sunny. These symbols നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ആൻഡ് ഓർ നോട്ട്, ഇംപ്ലിക്കേഷൻ, കണ്ടീഷൻ, ബൈ കണ്ടീഷൻ ഇതൊക്കെ പഠിച്ച് ഓൾറെഡി ഡിസ്ക്രീറ്റ്ലി പഠിച്ച സിമ്പിൾസ് ആണ്. സോ ദിസ് ഫോമിൽ നമുക്ക് സിമ്പിൾ സെൻറ്റൻസസ് ലോജിക്കൽ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ അനദർ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോക്രട്ടീസ് ഈസ് എ മാൻ. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് predicate a propositional calculus as Socrates man, and Plato is a man can be represented Plato man. But here ഈ സെൻറ്റൻസസ് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോക്രട്ടീസ് എ മാൻ ആൻഡ് പ്ലാറ്റോ ഇസ് എ മാൻ. ബോത്ത് ആർ മാൻ ആണ്. സോ പക്ഷേ സോക്രട്ടീസ് മാൻ, പ്ലാറ്റോ മാൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് നോട്ട് എക്സ്പ്ലിസിറ്റ്. സോ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിലാകുമ്പോൾ വി ആർ റെപ്രസെൻറ്റിങ് ഇറ്റ് ബൈ യൂസിങ് പ്രെഡിക്കേറ്റ്സ് ആൻഡ് സബ്ജect. Here Socrates is the subject, and here we use that man is the term which is the predicate. Then we can read as man of Socrates. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? Socrates is a man. അപ്പോൾ ഇവിടെ Plato is a man. So here we have the relationship. Socrates is a man and also Plato is a man. അപ്പോൾ both are men. നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇഫ് സപ്പോസ് ഓൾ മെൻ ആർ മോർട്ടൽ, ഓൾ മെൻ ആർ മോർട്ടലിനെ നമ്മൾ പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് ഉപയോഗിക്കുമ്പോൾ മോർട്ടൽ മാൻ ആണ്. അവിടെ വി കനോട്ട് സ്പെസിഫൈ ദാറ്റ് സോക്രട്ടീസ് ഇസ് മോർട്ടൽ ഓർ പ്ലാറ്റോ ഇസ് മോർട്ടൽ. സോ അങ്ങനെയൊന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് റിക്വയർ quantifiers. Here it is for all x, if m of x then h of x, where m of x represent x is a man and h of x represent x is mortal. So ഈ ഒരു ക്ലാസിക്കൽ സെൻറ്റൻസസ് ആണ്. ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് എ മാൻ, സോ സോക്രട്ടീസ് ഇസ് മോർട്ടൽ. അപ്പോൾ നമുക്കത് പ്രൊപ്പോസിഷണൽ ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്കൊരിക്കലും ആ റിലേഷൻഷിപ്പ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ജസ്റ്റ് ഒരു സിമ്പിളായി മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ സിമ്പിൾ റിലേഷൻഷിപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസിങ് ദി പ്രെഡിക്കേറ്റ് കാൽക്കുലസ്.
അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാണ്. പ്രെഡിക്കേറ്റ് വെൽ ഫോംഡ് ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന values. First example is Marcus was a man. Here we can represent man of Marcus. Man of Marcus എന്ന് പറയുന്ന സമയത്ത് നമുക്ക് Marcus, this captures the fact that Marcus being a man. പക്ഷെ ഇവിടെ നമുക്ക് പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ടെൻസ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് മാർക്കസ് ഈസ് എ മാൻ നമുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കസ് വാസ് എ മാൻ. അപ്പോൾ ഈ ഒരു മാൻ ഓഫ് മാർക്കസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മളുടെ ഈ എന്താണോ നമ്മളുടെ നോളജ് ബേസിൽ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ആ ഒരു ആക്സെപ്റ്റബിൾ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. വെദർ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ നമുക്ക് ആവശ്യമുള്ളത്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ നോളജ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർക്കസ് വാസ് എ പോംപിയൻ. ദാറ്റ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പോംപിയൻ ഓഫ് മാർക്കസ്. ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് മാർക്കസ് വാസ് എ പോംപിയൻ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾ പോംപിയൻസ് വർ റോമൻസ്. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ആസ് ഫോർ ഓൾ എക്സ്. If x is a Pompeian, then x is Romans. അപ്പോൾ all Pompeians were Romans എന്നുള്ളത് നമ്മൾ സിംപ്ലൈസ് ചെയ്തു. For all x, if x is a Pompeian, then x is Romans. നെക്സ്റ്റ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് Caesar was a ruler. How can we represent Caesar was a ruler of Caesar? അപ്പോൾ ഇവിടെ റൂളർ ഓഫ് സീസർ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഇവിടെ നമ്മൾ പ്രോപ്പർ നെയിംസ് ആണ് കൊടുക്കുന്നത്. സീസർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാർക്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ നെയിംസ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ നെയിംസ് ഡു നോട്ട് റെഫർ ടു യുണീക്ക് ഇൻഡിവിജ്വൽസ്. സംടൈംസ് നമുക്ക് ഒരേ പേരിലുള്ള കുറേ പേഴ്സൺസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ഈസ് ദ കറക്റ്റ് പേഴ്സൺ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് റിക്വയർ എ ഫെയർ എമൗണ്ട് ഓഫ് നോളജ് ആൻഡ് റീസണിങ്. സോ നമ്മളുടെ നോളജ് ബേസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ആ ഒരു പ്രോപ്പർ നെയിം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് വി ഷുഡ് റിക്വയർ എ ലാർജ് എമൗണ്ട് ഓഫ് നോളജ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് all Romans were either loyal to Caesar or hated him. That can be represented by using for all x, if x is Roman, then x is loyal to Caesar or x hate Caesar. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു if x is a Roman ആണെങ്കിൽ റോമൻസിന് എന്താണ് ലോയൽ ടു സീസർ ആണ്. അപ്പോൾ ലോയൽ ടു സീസർ എന്നുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സ് ലോയൽ ടു സീസർ. ഇറ്റ് ഈസ് എ ടു പ്ലേസ് പ്രെഡിക്കേറ്റ് ആണ്. ദിസ് ഈസ് എ വൺ പ്ലേസ് പ്രെഡിക്കേറ്റ്, അതായത് ഇതിലൊരു ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, എക്സ് എന്ന് പറയുന്നതും സീസർ എന്ന് പറയുന്നതും. അപ്പോൾ എക്സ് ഈസ് ലോയൽ ടു സീസർ ഓർ എക്സ് ഹെയ്റ്റ് സീസർ. ഐദർ എക്സ് ലോയൽ ടു സീസർ ആണ് അല്ലെങ്കിൽ എക്സ് ഹെയ്റ്റ് സീസറാണ്. ഈ ഒരു സമയത്ത് നമ്മളൊരു ഇൻക്ലൂസീവ് ഇൻ്റർപ്രിട്ടേഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഓർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് ഐദർ ഇൻക്ലൂസീവ് ഓറായിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓറായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇൻക്ലൂസീവ് ഇൻ്റർപ്രിട്ടേഷനാണ്. സംടൈംസ് വി മേ ആർഗ്യൂ ദാറ്റ് ദ ഇംഗ്ലീഷ് സെൻറ്റൻസസ് റിയലി സ്റ്റേറ്റിംഗ് ആൻ എക്സ്ക്ലൂസീവ് ഓറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്ക്ലൂസീവ് ഓറായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് റൈറ്റ് ഇറ്റ് ആസ് ഫോർ ഓൾ എക്സ്, if x is Roman, then x is loyal to Caesar or x hate Caesar and not loyal to Caesar and x hate Caesar. ആ ഒരു ഫോമാറ്റിൽ നമ്മൾ റൈറ്റ് ചെയ്യണം എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് എവ്രി വൺ ഈസ് ലോയൽ ടു സം വൺ. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് for all x,
there exists a y such that x is loyal to y. അപ്പോൾ എവ്രി വൺ ഈസ് ലോയൽ ടു സം വൺ. എല്ലാ പേഴ്സൺസിനും എന്തുണ്ടാവും? there exists a particular person to whom which he is loyal to. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു സെൻറ്റൻസിലും we can assume that ഇവിടെ നമ്മൾ ലോയൽ ടു ആണെന്ന് പറഞ്ഞു. അവിടെ മേ ബി എക്സ് സം വൺ ടു ഹൂം എവ്രി വൺ ഇസ് ലോയൽ ടു ആണോ, അതോ ദർ എക്സിസ്റ്റ് ഓരോ പേഴ്സണും ഡിഫറെൻറ്റ് പേഴ്സൺസിലാണോ ലോയൽ ആവുന്നത് എന്നുള്ളത് കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സപ്പോസ് നമ്മൾ ഇങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, ദർ എക്സിസ്റ്റ് എ വൈ ഫോർ ഓൾ എക്സ്, എക്സ് ഇസ് ലോയൽ ടു വൈ ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ദർ എക്സിസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം വിച്ച് എക്സ് ഇസ് ലോയൽ ടു. അപ്പോൾ ഈ രണ്ട് ഇൻ്റർപ്രിട്ടേഷനിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഓരോന്നും പേഴ്സൺസിൻ്റെ സെലക്ഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇനി 7th എക്സാമ്പിൾ എന്ന് പറയുന്നത് പീപ്പിൾ ഓൺലി ട്രൈ ടു അസാസിനേറ്റ് റൂളേഴ്സ് ദേ ആർ നോട്ട് ലോയൽ ടു. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ. If x is a person and y is a ruler and x try to assassinate y, then x not loyal to y. So here what x a person ആയിരിക്കണം, y ruler ആയിരിക്കണം, and x try to assassinate y ആണെങ്കിൽ then x is not loyal to y. People only try to assassinate rulers that are not loyal to. ഈ സെൻറ്റൻസ് ഈസ് ഓൾസോ ആംബിഗസ് ആണ്, ബിക്കോസ് ദ ഓൺലി റൂളേഴ്സ് ദാറ്റ് പീപ്പിൾ ട്രൈ ടു അസാസിനേറ്റ് ആർ ദോസ് ടു ഹൂം ദേ ആർ നോട്ട് ലോയൽ. അങ്ങനെയുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് അവിടെ വരുന്നത്. പക്ഷേ ഒരിക്കലും അതെന്ത് മീൻ ചെയ്യുന്നില്ല. നമ്മൾ പീപ്പിൾ ട്രൈ ടു അസാസിനേറ്റ് റൂളേഴ്സ് എന്ന് പറയുന്നത് ഹോം ദേ ആർ നോട്ട് ലോയൽ ടു ആവണമെന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആംബിഗ്വിറ്റി ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ പ്രെഡിക്കേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രൈ ടു അസാസിനേറ്റ് എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ പ്രെഡിക്കേറ്റിൽ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷനാണ്. ഇറ്റ് ഈസ് റീസണിങ് അബൌട്ട് ട്രൈയിങ് ടു അസാസിനേറ്റ്. ഇവിടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ട്രൈ ടു അസാസിനേറ്റ് provides a connection between try to assassinate and trying to do other things, and between trying to assassinate and actually assassinating could be made easily. ഇവിടെ ഡിഫറെൻറ്റ് കണക്ഷൻസ് നമുക്ക് നെസസറി ആണ്. ഇതിൽ ഏതാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന we should choose the different representation. Next, Marcus tried to assassinate Caesar. Marcus tried to assassinate Caesar. That can be represented by using Marcus try assassinate Caesar. Try assassinate of Marcus, Caesar. Here we can read it as Marcus tried to assassinate Caesar. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 8 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, സിമ്പിളൈസ് ചെയ്തു. ഈ 8 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് സപ്പോസ് വി വാണ്ട് ടു ട്രൈ the answer was Marcus loyal to Caesar. Was Marcus loyal to Caesar എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഒബ്വിയസ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം മാർക്കസ് വാസ് നോട്ട് ലോയൽ ടു സീസർ. പക്ഷേ അതിൽ നമുക്ക് കിട്ടാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കസ് ട്രൈ ടു അസാസിനേറ്റ് സീസർ ആണ് നമ്മളുടെ 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതാ പറയുന്നത് മാർക്കസ് ട്രൈ ടു അസാസിനേറ്റ് സീസർ. ദെൻ അതിൻ്റെ 7th സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ, ഇഫ് എക്സ് ഇസ് എ പേഴ്സൺ വൈ ഇസ് എ റൂളർ ആൻഡ് ട്രൈ ടു അസാസിനേറ്റ് എക്സ് ട്രൈ ടു അസാസിനേറ്റ് വൈ, ദെൻ ഇറ്റ് ഈസ് നോട്ട് ലോയൽ ടു എക്സ് വൈ. അപ്പോൾ നമ്മൾ നോട്ട് ലോയൽ ടു എക്സ് വൈയിലേക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവണം, വൈ എന്ന് പറയുന്നത് റൂളർ ആവണം, ആൻഡ് എക്സ് ട്രൈ ടു അസാസിനേറ്റ് എക്സ് വൈ. ദാറ്റ് ഈസ് നമുക്കിവിടെ മാർക്കസ് ഇസ് നോട്ട് ലോയൽ ടു സീസർ ആണ്. അവിടെ നമുക്ക് എന്തുണ്ട്? മാർക്കസ് ട്രൈ ടു അസാസിനേറ്റ് സീസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്രൈ അസാസിനേറ്റ് മാർക്കസ് സീസർ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ട്രൂ ആണ്. ദെൻ റൂളർ വൈ ആണ്. വൈ ദാറ്റ് ഈസ് സീസർ ആസ് എ റൂളർ ആണെന്നറിയാം. പക്ഷേ മാർക്കസ് വാസ് എ പേഴ്സൺ നമുക്ക് ഇതിൽ നിന്ന് ഈ 8 സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്കൊരിക്കലും ഇൻഫർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ്
നമുക്കുണ്ട് മാർക്കസ് വാസ് എ മാൻ നമുക്കുണ്ട്. ആൻഡ് മാർക്കസ് വാസ് എ മാൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാർക്കസ് ഇസ് എ പേഴ്സൺ എന്നുള്ള ഒരു നോളജ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ സപ്പോസ് നമ്മൾ 9th സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ഓൾ മെൻ ആർ പീപ്പിൾ. ദാറ്റ് ക്യാൻ ബി സിംപിളൈസ്ഡ് ആസ് ഫോർ ഓൾ എക്സ് ഇസ് എ മാൻ ദെൻ എക്സ് ഇസ് എ പേഴ്സൺ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് മാർക്കസ് ഇസ് നോട്ട് ലോയൽ ടു സീസർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, മാർക്കസ് ഇസ് എ മാൻ. അപ്പം മാർക്കസ് ഇസ് എ മാൻ നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം, മാർക്കസ് ഇസ് എ പേഴ്സൺ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ പേഴ്സൺ മാർക്കസ് ആണ് ആൻഡ് ഹി ട്രൈ ടു അസാസിനേറ്റ് സീസർ ആണ്. മാർക്കസ് ട്രൈ അസാസിനേറ്റ് സീസർ. ഫ്രം ദാറ്റ് വി ക്യാൻ ഡെഡ്യൂസ് പേഴ്സൺ മാർക്കസ് ആണ് ട്രൂ ആണ്, ruler Caesar true ആണ്, and he tried to assassinate Marcus, tried to assassinate Caesar true ആണ്. Then it points to not loyal to Marcus Caesar. Here we try to prove that not loyal to Marcus Caesar. അപ്പോൾ Marcus is not loyal to Caesar എന്നുള്ള ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ we need some inference mechanism to derive from the fact to our truth. അങ്ങനെ റീസണിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വേ ഓഫ് ഒരു സിംഗിൾ പാത്ത് നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ടിലേക്ക് നമ്മൾ ഗെറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു റിസൾട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ ഫോർമൽ പ്രൂഫ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യാണ്. ദാറ്റ് ഈസ് റിസൾട്ടിൽ നിന്ന് നമ്മൾ ആക്ഷൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് ഗെറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് അറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വരാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് വി ആർ യൂസിങ് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വി നോ ദാറ്റ് മെനി ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആംബിഗസ്. അപ്പോൾ ചൂസിങ് ദി കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ആസ് വെരി ഡിഫിക്കൾട്ട്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ദർ ഈസ് ഓഫൺ a choice of how to represent the knowledge, and the simple representation are desirable, but they may preclude certain kinds of reasoning. This expedient representation for a particular set of sentences depends on the use to which the knowledge contained. So next one varinada, even a very simple situation happens, there exists a set of sentences which is unlikely to